ഇറാനും ഇസ്രായേലും ഒരു ഭാഗത്ത് വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ മറ്റൊരു രൂപത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വെനിസ്വേലൻ ഇടപെടലുകൾ വലിയ രൂപത്തിൽ പ്രതിസന്ധി ലോകത്തെമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അലയൊലികൾ എന്നുള്ള നിലക്ക് ഇനിയും പുതിയ ഒരു റിപ്പോർട്ട് വരികയാണ്. ഇറാനൈസ് റവല്യൂഷണറി ഗാർഡ് ഹാസ് സീസ്ഡ് എ ഫോറിൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ഇൻ ദ പേർഷ്യൻ ഗൾഫ്, എസ്കലേറ്റിംഗ് ടെൻഷൻ അക്രോസ് ദ ക്രിട്ടിക്കൽ ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസ്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെ പോലും പ്രശ്നത്തിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അമേരിക്കയുടെ ഇടപെടലുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അലയൊലികൾ എന്നോണം, പ്രതികാരം എന്നോണം ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടെയോ അമേരിക്കൻ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെയോ കപ്പലുകളുടെ കൊടിവെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ രാജ്യങ്ങളുടെയോ അതേപോലെ തന്നെ അവരുടെ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കൊടിവെച്ച കപ്പലുകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സസൂക്ഷ്മം വീക്ഷിക്കുകയും പറ്റാവുന്നതിനെ ബന്ദിയാക്കുകയും അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ടും അമേരിക്കയ്ക്കെതിരായിട്ടും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി 2025 ഡിസംബർ 25 അഥവാ ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം വളരെ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ കപ്പൽ അവർ പിടിച്ചെടുക്കുകയാണ്. ഇസ്രായേൽ പിടിച്ചതല്ല, ഇറാൻ പിടിച്ചതാണ്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വെനിസ്വേലയിൽ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അമേരിക്കയുടെ നടപടികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇറാനും റഷ്യക്കും ചൈനയ്ക്കും ആ രാജ്യത്ത് വലിയ രൂപത്തിൽ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ വലിയ താല്പര്യങ്ങളും ആ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു നടപടികൾ ഇറാൻ്റെ മുന്നിലൂടെ നടത്താനോ അല്ലെങ്കിൽ ചൈനയുടെയോ റഷ്യയുടെയോ കാലഘട്ടം തീരുന്നതിന് മുമ്പ് നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ള രൂപത്തിലുള്ള വാക്കുകളും വർത്തമാനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന ആ ചാനലാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്ക തന്നെ മറ്റൊരു രാജ്യത്ത് പ്രശ്നം ഉണ്ട് എന്ന് പറയുകയും അതിന് പ്രത്യേകിച്ച് തെളിവില്ലാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവിടത്തേക്ക് പോകുന്ന കപ്പലുകളെയും അവിടുന്ന് തിരിച്ചു പോകുന്ന കപ്പലുകളെയും ഒക്കെ തകർക്കുകയും അവിടെയുള്ള ആ സിവിലിയൻസിനെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ബോട്ട് ജോലിക്കാരെ, കപ്പൽ ജോലിക്കാരെ ഒക്കെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും ഇനി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ പ്രതികരണത്തിലുമാണ് മൂന്നാമത്തെ കപ്പൽ കൂടി ഇപ്പോൾ ഇറാൻ പിടിച്ചിട്ടുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണ റഷ്യതുണ്ട്, അതേപോലെ തന്നെ ചൈനയുടേതുമുണ്ട്. പക്ഷേ അത് രണ്ടുപേരും ഒന്നിച്ച് കോർട്ടിലേക്ക് ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. അമേരിക്കയ്ക്കുള്ള എല്ലാ പ്രതികാര നടപടികളും ഇപ്പോൾ ഇറാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിലേക്ക് പുതിയൊരു അംഗമായിട്ട് ഇറങ്ങുന്നതിന് പകരം ബാക്ക് ബോണായിട്ട് ബാക്കിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ, ഒന്ന് റഷ്യയും മറ്റൊന്ന് ചൈനയും. അതിന് പ്രത്യേകം കാരണങ്ങളും പറയുന്നുണ്ട്. വെനിസ്വേല ഞങ്ങളുടെ രാജ്യത്തിനോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുമായി വലിയ രൂപത്തിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് വിട്ടുതരാൻ സാധിക്കില്ല എന്നുള്ളത് ആ ഒരു വിലയിരുത്തലുകളൊക്കെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടരും എന്നതുകൂടി പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അഥവാ അമേരിക്കയുടേതായിട്ടുള്ള രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ ലോക സമാധാനം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കില്ല. പോലീസ് എന്ന് പറയുന്ന ക്രമസമാധാന പോലീസ് എന്ന് പറയുന്ന ആ ലെവലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ആ വർത്തമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അമേരിക്ക ഇപ്പോൾ ജാള്യതയിലാണ്. ഒരർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിടിപ്പും ഇപ്പോൾ തൽക്കാലം അമേരിക്കയ്ക്ക് ഒരു രാജ്യവും വകവെച്ച് നൽകുന്നില്ല എന്ന വാർത്തയും ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്ക എല്ലാ അർത്ഥത്തിലും പാപ്പറായി പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഇത്രമേൽ അരാജകത്വം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്ക മാത്രമാണ്. അതുതന്നെയാണ് ഇറാനും പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം മാത്രം നോക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ മേഖലകളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ പോയി സമാധാന കരാർ ഒപ്പുവെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാടകത്തിന് ഇനി ഞങ്ങൾ വിട്ടുതരില്ല. കാരണം ഇതിനൊക്കെ പറയാൻ പാകത്തിലാണ് അവരുടെ അച്ചുതണ്ട് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അവർ പറയുന്നുണ്ട്, ബ്രിട്ടൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഞങ്ങൾക്ക് വെച്ച് പുലർത്താൻ സാധിക്കില്ല. അഥവാ
ഈ ബ്രിട്ടൻ അവരുടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ അമേരിക്ക ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ്റെ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടക്കില്ല എന്നുള്ളതിൻ്റെ ചെറിയൊരു സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത്. അഥവാ ബ്രിട്ടൻ്റെ കപ്പലുകളും അതേപോലെ തന്നെ അതുപോലെ അവരുടെ നാറ്റോ സഖ്യത്തിൻ്റെ കപ്പലുകളൊക്കെ ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി ലോകത്ത് വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധി ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കള്ളക്കടത്തലുകളെ ആരോപിക്കുകയും അവരെ കൊന്നൊടുക്കുകയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ ടെഹ്റാന് സാധിക്കില്ല എന്നുള്ള ഒരു വാക്ക് കൂടി കൊടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനപ്പുറം ഈ സമയം ആശങ്കയിലാണെന്നുള്ളതാണ് പൊതുവെ ധരിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞു വെക്കുന്നത്. മിഡിൽ ഈസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഘട്ടത്തിലേക്കും കൂടി ഈ ആശങ്ക പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ മിഡിൽ ഈസ്റ്റും ബന്ധപ്പെട്ട ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് വന്നതോടുകൂടി ഹോർമുസ് കടലിടുക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ കപ്പൽ ചാലുകളിലൂടെ പോകുന്ന വലിയ രൂപത്തിലുള്ള കപ്പൽ പാതയാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ആ കപ്പൽപാത അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അതിലൂടെ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ലോകത്ത് മറ്റൊരു അരക്ഷിതാവസ്ഥ കൂടി തിരികൊളുത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെയും തുടക്കക്കാരൻ അമേരിക്കയാണെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാനും റഷ്യയും ഒരേപോലെ ഒറ്റ ചങ്ങാതിമാരായിട്ട് കൂട്ടുനിൽക്കുന്ന ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയത് അമേരിക്കയാണ്, ഇറാനിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്, അതേപോലെ വെനിസ്വേല പ്രശ്നം ഉണ്ടാക്കുന്നതും അമേരിക്കയാണ്. ഇറാൻ്റെ എല്ലാം തകർത്ത് കളയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്നതും അമേരിക്കയാണ്. മൊത്തത്തിൽ അമേരിക്കയാണ് ഇപ്പോൾ ലോക സമാധാനക്കേടിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പ്രൊപ്പഗണ്ടൊക്കെ വർക്കൗട്ടാക്കി PR വർക്കൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് അമേരിക്ക ഇല്ലായിരുന്നുവെങ്കിൽ ലോകം അസമാധാനത്തിൻ്റെ ഇരുളടഞ്ഞ ലോകത്തേക്ക് മാറിപ്പോകുമായിരുന്നു എന്ന വാർത്തയൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിനൊന്നും ആരും അത്ര കണ്ടിട്ടൊന്നും പ്രധാനപ്പെട്ട വാർത്തയായിട്ടൊന്നും എവിടെയും പരാമർശിച്ചത് കാണുന്നില്ല. ലോകത്ത് ആഗോള ഊർജ്ജ വിതരണത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളാണ്. അഥവാ ഇന്ധനം നന്നായി കടന്നു പോകുന്ന ഒരു കടലിടുക്കുണ്ടെങ്കിൽ അത് ഹോർമുസ് കടലിടുക്കാണ്. അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉയർന്നാൽ ലോകത്ത് തന്നെ അതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഉടലെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ ലോകം പെടുന്ന ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പായി എല്ലാ മേഖലകളിലും അരക്ഷിതാവസ്ഥയുടെ വിത്ത് പാകിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയുള്ളൂ. അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അതൊരു ശീതയുദ്ധമായിട്ടോ അല്ലെങ്കിൽ അതൊരു വാക്ക് പോരായിട്ടോ നീണ്ടു നിൽക്കുമെന്ന് അതിലും പറയാൻ കഴിയില്ല. കാരണം 29 പോയിട്ട് തിരിച്ച് വരുമ്പം എന്താണോ അവിടെ നിന്ന് ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ആ നടപടിയെ ഈ അമേരിക്ക ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തെന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ ഇറാനെ വെച്ച് പുലർത്തില്ല, അതാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അത് അമേരിക്കയുടെ ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംസാരത്തിൽ കൂടി ഈ ഒരു ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന ചാനലിനെയാണ് പുറത്തുവിടുന്നത്. എന്താണെങ്കിലും ലോകത്തെ അരക്ഷിതാവസ്ഥ നന്നായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഹോർമുസ് കടലെടുക്കും അമേരിക്കയ്ക്ക് അന്യമായി പോവുകയാണെങ്കിൽ ഇനി ലോകത്തെ ഒറ്റൊരു നടപടിയെ അമേരിക്കയ്ക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഉള്ള എല്ലാ ആളുകളെയും ഒന്നുകിൽ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ നന്നായിട്ട് സുഹൃത്ത് ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ രണ്ടാലൊരു വകുപ്പ് ട്രംപ് ഏത് സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണും. എന്താണെങ്കിലും പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഹോർമുസ് കടലെടുക്ക് പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടും, അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അമേരിക്കക്ക് അത്ര കണ്ട് പന്തിയാകൂല, അത്ര കണ്ട് അതൊരു സുഖകരമായിട്ടുള്ള നീക്കമാകൂല എന്നുള്ളത് ഉറപ്പാണ്. അത് എൻ്റെ അഭിപ്രായമല്ല, ലോകത്തുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള യുദ്ധവിദഗ്ധരൊക്കെ പറഞ്ഞു വെക്കുന്നതാണ്. കാരണം ഹോർമുസ് കടലെടുക്ക് ബന്ധേ അല്ലെങ്കിൽ അതിൽ യാത്രാ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകമൊക്കെയും അമേരിക്കക്കെതിരെ തിരിയും. അതുകൊണ്ട് ഇവിടെ ഒന്ന് തോറ്റു കൊടുക്കാനായിരിക്കും അമേരിക്കയുടെ തീരുമാനം വരിക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനായിരിക്കും തീരുമാനം വരിക എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അമേരിക്ക കാലുപിടിച്ച് പിന്മാറാനുള്ള സാധ്യതയാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.